കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഋതുമതിയാകുക. പണ്ടും ഇന്നും ഉണ്ട് എങ്കിൽ തന്നെയും പെൺകുട്ടികളെ ഋതുമതിയാകുന്നത്, പെൺകുട്ടികളെ പണ്ട് തീണ്ടാരി കല്യാണം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മൂലക്കിരിക്കൽ എന്ന് പറയും. പണ്ട് കാലത്ത് പെൺകുട്ടികളെ ഋതുമതിയാകുന്നത് ഒരു ആഘോഷമായിട്ടും ഒരു ചടങ്ങായിട്ടും, പ്രത്യേകിച്ച് വലിയ വലിയ തറവാടുകളിൽ അവരുടെ പൊങ്ങച്ചം കാണിക്കാനുള്ള ഒരു ചടങ്ങ് കൂടിയായിട്ട് ഈ പെൺകുട്ടികൾ ഋതുമതിയാകുന്നത് ആഘോഷിച്ചിരുന്നു. ഇന്ന് വളരെ ചുരുക്കം പേരെ അത് അറിയുന്ന പോലുള്ളൂ. അപ്പം പെൺകുട്ടികൾ ആദ്യമായിട്ട് ഋതുവാകുന്നതിന് നമ്മൾ തീണ്ടാരിയാവുക എന്ന് പറയും. ഒരു പെൺകുട്ടി ഋതുമതിയാകുന്നത് പോലും നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണത്. അത് കാലഭേദമനുസരിച്ച് അതിന് പല മാറ്റങ്ങളും വാക്കുകൾ ഉപയോഗിച്ച് പറയാറുണ്ട്. പല വാക്കുകളും അതിന് ഉപയോഗിക്കാറുണ്ട്. കാലഭേദം അനുസരിച്ച് അത് പല സ്ഥലത്ത് പല രീതിയിൽ പല വാക്കുകളാണ് അതിന് ഉപയോഗിക്കുന്നത്. എന്തു തന്നെ ആയാലും ഋതുവാകുന്ന ആഴ്ച, തീയതി, നക്ഷത്രം, ലഗ്നം ഇവയനുസരിച്ച് ഇതിന് ഒരുപാട് ദോഷഫലങ്ങൾ, ഗുണദോഷ ഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു പെൺകുട്ടി ഋതുമതിയാകുന്ന ദിവസവും ആഴ്ചയും ലഗ്നവും തീയതിയും എല്ലാം വളരെ ഗുണദോഷ ഫലങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇത് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 12-13 വയസ്സിന് ശേഷമാണ് പെൺകുട്ടികൾ, 16 വയസ്സ് വരെയൊക്കെ പണ്ട് കാലത്ത് പെൺകുട്ടികൾ ഋതുമതിയാകാറുണ്ട്. 12 തൊട്ട് 13 തൊട്ട് 16 വയസ്സ് വരെയൊക്കെ ഋതുമതിയാകുന്ന പെൺകുട്ടികളുണ്ട്. പഴമക്കാരൊക്കെ 16 വയസ്സിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഋതുമതിയായിട്ടുള്ള കഥയും നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അന്ന് അത് അങ്ങനെ ആയതുകൊണ്ട് മാത്രം ഇപ്പോഴെന്താണ് 8 വയസ്സ് മുതൽ പെൺകുട്ടികൾ, ചിലപ്പോൾ കേൾക്കാം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി 5ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ആ പെൺകുട്ടികൾ 8 വയസ്സ് 9 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പെൺകുട്ടികൾ ഋതുമതിയാകുന്നു. കഷ്ടം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഋതുവായി തുടങ്ങുന്ന പെൺകുട്ടികൾ 8 വയസ്സ് തൊട്ട് ഇങ്ങനെയൊക്കെ ആകുന്നത് കൊണ്ട് അവർക്ക് പെൺകുട്ടികൾക്ക് കാര്യബോധമോ അതിനെക്കുറിച്ചുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെ വേദനയോടെയും ഒരു ഭയത്തോടു കൂടിയാണ് പെൺകുട്ടികൾ അതിനെ കാണുന്നത്. കഷ്ടം തന്നെയാണ് ഇത്ര ചെറുപ്രായത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ആധുനിക ജീവിതത്തിന്റെ പല പ്രത്യാഘാതങ്ങളും അതിൽ സംഭവിക്കുന്നുണ്ട്. ഒരു തിരിച്ചറിവ് ഉണ്ടാകാത്ത പ്രായത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഋതുവാകൽ വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. ഈ പ്രായത്തിൽ ഭയപ്പാടോടുകൂടിയാണ് നമ്മൾ ഈ കാര്യത്തെ കാണുന്നത്. അത് കൂടാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പണ്ട് വിപുലമായി നടത്തുന്ന ഒരു ചടങ്ങായിരുന്നു ഇത്. ഞാൻ പറഞ്ഞു, കാരണവന്മാർ വിപുലമായിട്ട് ഈ ചടങ്ങിനെ കണ്ടിരുന്നു. പണ്ട് ആഘോഷമായിട്ട് എല്ലാ കുടുംബാംഗങ്ങളെല്ലാവരും, തറവാട്ടിലുള്ള എല്ലാവരും കൂടെ വളരെ ആഘോഷമായിട്ട് ഇതിനെ, ഈ ഋതുമതിയാവുന്ന പെൺകുട്ടിയെ 4 കുളിപ്പിച്ച് 7 കുളിപ്പിച്ചൊക്കെ വളരെ വിശാലമായിട്ട് സ്വർണ്ണങ്ങളൊക്കെ അണിയിച്ച് വളരെ ചടങ്ങുകളോടെയാണ് നടന്നിരുന്നത്. പക്ഷെ ഇന്ന് അച്ഛനമ്മമാരല്ലാതെ ആരും ഇത് അറിയുന്നില്ല. അച്ഛനമ്മമാരറിയാത്ത കഥകൾ പോലും ഉണ്ട്. നമുക്കറിയാവുന്ന പല കാര്യങ്ങളും അച്ഛനമ്മമാർ പോലും അറിയാറില്ല. കാരണം പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് സമൂഹത്തിൽ നീതിയും സത്യവും സദാചാരവും ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് കൊണ്ടും കാരണവന്മാരായിട്ട് അത് മറ്റുള്ളവരെ, സമൂഹത്തിനെയും മറ്റുള്ളവരെ എല്ലാവരെയും അറിയിക്കുന്നത് കൊണ്ടും പെൺകുട്ടി ഋതുമതിയായി എന്നും ഇനി അവൾക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങാമെന്നും അറിയിക്കുന്നത് കൊണ്ട് അത് ഒരു ദോഷം ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത് അത്രയ്ക്ക് സത്യവും നീതിയും സദാചാരമൊക്കെ നടന്നിരുന്നു. പക്ഷെ ഇന്ന് കാലത്ത് വിദ്വേഷം, ക്രോധം, വെറുപ്പ്, അസൂയ, പെൺകുട്ടികളോടുള്ള പക, ഒപ്പം തന്നെ പെൺവാണിഭം, ഇത്രയുള്ള ദുരാചാരങ്ങളെല്ലാം കൊടികുത്തി വാഴുന്ന ഈ കാലത്ത്, ഈ ആധുനിക യുഗത്തിൽ പെൺകുട്ടികൾ ഋതുമതിയായി അറിയിക്കാൻ അച്ഛനമ്മമാർക്ക് പേടിയാണ്. പലരും അത് അറിയിക്കാതെ അമ്മമാർ പറഞ്ഞിട്ട് അച്ഛന്മാർ പോലും അറിയാത്ത പല വീടുകളും എനിക്കറിയാം. കാരണം പെൺകുട്ടികളെ അത്രയ്ക്ക് അവർ നാണക്കേട് കൊണ്ട് പുറത്തു പറയാതെ ഇരിക്കുന്നു. ഇന്നതൊരു നാണക്കേടായിട്ട് കരുതുന്ന കുടുംബങ്ങളുണ്ട്. പലരും അത് പറയും. ആധുനിക യുഗത്തിലെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ മാത്രമല്ല അത് പേടിയാണ് എല്ലാവർക്കും. 8 വയസ്സ് 9 വയസ്സായ ഒരു പെൺകുട്ടി ഇങ്ങനെ ആയി എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയുന്ന അമ്മമാരുണ്ട്. അതിനെ പേടിയോടെ കാണുന്നു. കാരണം അത്രയ്ക്ക് നമുക്ക് ഈ ജീവിതത്തെക്കുറിച്ച് പേടിയും ഭയത്തോടെയും കൂടി പെൺകുട്ടികളെ കാണേണ്ട ഒരു സാഹചര്യം. അപ്പം അതുകൊണ്ട് തന്നെ ജ്യോതിഷപ്രകാരം പറയുന്നത് ഈ ഋതുമതിയാകുന്ന തീയതിക്കും ഇതിനും പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളും നോക്കി ഋതുവാകുന്ന ഋതുജാതകം എന്ന് പറയുന്ന ഒരു ജാതകമുണ്ട്. ഈ ഋതുജാതകം എഴുതി പെൺകുട്ടിക്ക് വരാൻ പോകുന്ന നന്മകളെയും തിന്മകളെയും ഗുണവും ദോഷവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്, പെൺകുട്ടിയുടെ വിവാഹം, സന്താനം, വരുന്ന ഭർത്താവ് ഏത് തരക്കാരനായിരിക്കും എന്ന് പോലും നമുക്ക് സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത്. അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ ഋതുജാതകത്തിൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേക തരത്തിലുള്ള ഒരു ജാതകമാണത്. അത് കണ്ടുപിടിച്ച് നമ്മൾ പെൺകുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ധൈര്യവും ഒരു
സംരക്ഷണയും നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.